എങ്ങനെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നത്? किस प्रकार परमेश्वर अपना कार्यों को करता है मेरे प्रियो। ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ രണ്ട് പ്രവൃത്തികൾ, ദൈവപ്രവൃത്തികൾ നമ്മൾ കാണുന്നുണ്ട്. लूका का सुसमाचार उसकी 8 अध्याय में 2 प्रकार का परमेश्वर के अद्भुत कामों को हम देख सकता है. അവിടെ അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന് 40-ാമത്തെ വാക്യം മുതൽ എഴുതിയിരിക്കുന്നു. യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ വന്നു യേശുവിന്റെ കാൽക്കൽ വീണു. लूकोस उसका 8 अध्याय उसकी 41 पद में इस प्रकार लिखा है, और देखो याईर नामक एक मनुष्य जो आराधनालय का सरदार था आया और यीशु के पांवों पर गिरा. ഇവിടെ ഈ മനുഷ്യന് ഉള്ള ഏക മകൾ താന് മരിക്കാറായിരിക്കുകയാണ്. जो 42 पद में लिखा है, क्योंकि उसकी 12 वर्ष की एक लौती बेटी थी. ഈ സംഭവം മുൻപോട്ട് നമ്മൾ കാണുമ്പോൾ 49-ാമത്തെ വാക്യത്തിൽ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്നു, പ്രയാസപ്പെടുത്തണ്ട, ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. യേശു അത് കേട്ടാറെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. उस समय में वो बेटी जब बीमार पड़ी थी, मृत्यु के वक्त में थे, उसकी 49 पद में हम देख सकता है, जब यीशु उससे बातें कर रहा था, उसका घर से एक आकर बोला है, गुरु को अब दुख मत देना, आपका बेटी मर चुकी है करके. तब यीशु बोल रहा है, भयभीत ना हो याईरोस, കേവൽ മുझ് पर विश्वास कर. 52-ാമത്തെ വാക്യത്തിൽ എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറയിടുകയും ചെയ്യുമ്പോൾ കരയണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങുന്നതത്രേ എന്ന് അവൻ പറഞ്ഞു. मेरे प्रियो 52 पद में इस प्रकार लिखा है, जब सब लोग उस बच्चे के लिए रो रहे थे, यीशु ने कहा मत रोइए, वो मरा नहीं है, केवल सो रही है. 53-ാമത്തെ വാക്യത്തിൽ അവരും അവൾ മരിച്ചുപോയി എന്ന് അറിഞ്ഞുകൊണ്ട് അവനെ പരിഹസിച്ചു. 53 में लिखा है, वो जानते हैं वो बेटी मर चुका है, पर ये कहने से इनको टट्टा में उड़ाया. എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ചു, ബാല എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു, അവൾ ഉടനെ എഴുന്നേറ്റു. 54 में लिखा है, परंतु उसने उसका हाथ पकड़ा और पुकारकर कहा, हे लड़की उठ, तब उसका प्राण फिर आया. യായിറോസ് എന്ന് പേരുള്ള പള്ളിപ്രമാണിയുടെ മകൾ താൻ മരിക്കാറായിരിക്കുകയാണ്. जो याईर का जो एकलौती बेटी अभी मृत्यु के वक्त में पहुंचा. പള്ളിപ്രമാണിയായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആളുകളുടെ അടുക്കലൊക്കെ നല്ല നല്ല എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന, ആളുകളൊക്കെ നന്നായി അറിയുന്ന, സമൂഹത്തിൽ വിലയുള്ള ഒരു മനുഷ്യനെന്ന് നമുക്ക് മനസ്സിലാക്കാം. ये जो याईर आराधनालय का सरदार था, इससे हम समझ सकता है लोगों से बड़ा आदर और सम्मान पाया हुआ व्यक्ति. എന്നാൽ താൻ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ എന്താണ് ചെയ്തത്? താൻ യേശുവിന്റെ കാൽക്കൽ വീണു. मेरे प्रियो, जब याईर यीशु के पास आया, क्या किया है? यीशु के पैरों पर गिरा. പ്രിയമുള്ളവരെ, യേശുവിൽ നിന്ന് നമ്മളൊരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, യേശു നമ്മളുടെ ജീവിതത്തിൽ ചില പ്രവർത്തികൾ ചെയ്യണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഭാവങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മളെ കാൽക്കൽ വീഴുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാനിടയാകും. मेरे प्रियो, यदि यीशु से वो हमारे लिए कुछ करना हम चाहते हैं और उसके पास आते हैं, तो हमें ये करना है, हमारा सारे खूबियां जिस पर हम घमंड करते हैं वो सब छोड़कर उसकी पैरों पर गिरने के लिए हम तैयार होंगे, तो यीशु हमारे लिए कार्य करेगा. ഈ മനുഷ്യൻ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. എത്രയും വേഗം ഒരു പ്രവൃത്തി അവിടെ നടന്നേ പറ്റൂ. തന്റെ മകൾ മരിക്കുവാൻ പോവുകയാണ്. वो याईर यीशु मसीह से बड़ा एक चमत्कार वो चाहता है, क्योंकि उनकी बेटी मृत्यु के वक्त पर पहुंच गया. തനിക്ക് മനസ്സിലായി തന്റെ മുൻപിലുള്ള ഒരു വഴി ഇതാണ്, യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുക. उनको समझ हो गया है, यदि मेरा बेटी बचना है तो यीशु के पास जाना. താൻ പള്ളിപ്രമാണിയാണ്, സമൂഹത്തിൽ തനിക്കൊരു വിലയുണ്ട്. താൻ യേശുവിന്റെ കാലിൽ വീണാൽ ആളുകൾ എന്ത് വിചാരിക്കും? ഇതൊന്നും ഓർക്കാതെ താൻ യേശുവിന്റെ കാലിലേക്ക് വീഴുകയാണ്. मैं आराधनालय का सरदार हूँ, मैं जाकर यीशु नामक एक व्यक्ति का पैरों में गिरूंगा तो मेरा इज्जत क्या होगा, ये सब नहीं सोचा, सीधा आकर यीशु की पैरों पर गिर गया. താൻ എങ്ങനെ യേശുവിന്റെ കാൽക്കൽ വീഴുവാനുള്ള കാരണം എന്താണ്? തനിക്ക് മനസ്സിലായി, താൻ വിശ്വസിച്ചു,
എൻ്റെ മകളുടെ ജീവിതത്തിൽ യേശുവിന് ഒരു അത്ഭുതം ചെയ്യുവാൻ കഴിയും? क्यों मेरे प्रियो यईर आकर यीशु का पैरों में क्यों गिरना है? क्योंकि यईर को समझ हो गया ये विश्वास करने का योग्य है, केवल यही मेरा बेटी को जीवन दे सकता है। യേശുവിന്റെ കാൽക്കൽ വീഴുവാൻ തയ്യാറായി യായിറോസിന്റെ വീട്ടിലേക്ക് യേശു പോവുകയാണ്. जो बेटी जिसका मृत्यु के वक्त पर थे, जो यीशु के पैरों पर गिरा, उनका घर में यीशु जा रहा है। അവിടെ ചെല്ലുമ്പോൾ യായിറോസിന്റെ മകൾ മരിച്ചു കഴിഞ്ഞു. वहां जब पहुंचते पता चल गया है याईर का बेटी का मृत्यु हो गया। പ്രിയമുള്ളവരെ, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, അല്പം കൂടെ മുമ്പായിരുന്നെങ്കിലും പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ, കുറച്ചുകൂടെ മുൻപ് എനിക്ക് യേശുവിനെ അറിയുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നേനെ. शायद हम भी ऐसा सोचते होंगे, कुछ दिन पहले मैंने यीशु को जान लिया होगा तो मैं बच गया होगा, कुछ दिन पहले यीशु मेरे जीवन में आया होगा तो मेरा भी जीवन में पहले ही अद्भुत चमत्कार हुआ होगा। പ്രിയമുള്ളവരെ, ഈ നിമിഷങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിമിഷങ്ങളാണ്. मेरे प्रियो, ये जो क्षण परमेश्वर आपके लिए अलग करके रखा നിങ്ങൾ है। വലിയ വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. हो सकता होगा आप बड़ा बोझ उठाते हुए दुख के साथ जीवन बिता रहे होंगे। ഇനി യേശു എന്ന് പറയുകയാണ്, മരിച്ചിട്ടില്ല ജീവിക്കുമെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല. ഇവിടെ ഇതാ യേശുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും പരിഹസിക്കുകയാണ്. यीशु मसीह यदि आकर आपका जीवन के बारे में कहेगा वो मरा नहीं है, जीवित है, फिर भी लोग आपको विश्वास नहीं करेंगे, क्योंकि यही अभी यईर का जीवन में भी हुआ है। എല്ലാവരും കൈവിട്ട അവസ്ഥയാണ്. सब लोग यईर को छोड़ दिया है। എല്ലാവരും മരിച്ചു എന്ന് പറയുകയാണ്. सब लोग पुकार कर एक ही बात कहते हैं, आपका बेटी मर चुका എന്നാൽ है। യേശു പറയുകയാണ്, മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രേ. तब यीशु बता रहा है वो अब तक नहीं मरा है परंतु जीवित है। യേശു അവരുടെ കൈക്ക് പിടിച്ചു, ബാല എഴുന്നേൽക്ക എന്നവളോട് ഉറക്കെ പറഞ്ഞു. यीशु उसका हाथ पकड़कर चिल्लाकर कहा, मेरा बेटी उठ। അവളുടെ ആത്മാവ് അവളിൽ മടങ്ങി വന്നു. उनका प्राण उसमें वापस आया करके वचन बता रहा है। നമ്മുടെ ശരീരത്തെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന യേശു, हमारा शरीर को चंगा कर सकता है यीशु से। നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയുന്ന യേശു, ये यीशु हमारा जीवन में अद्भुत चमत्कार कर सकता है। നമ്മുടെ കുടുംബത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയുന്ന യേശു, हमारा परिवार में अद्भुत चमत्कार जो दिखा सकता है वो यीशु। ഇന്ന് രാത്രി യേശുവിന്റെ വചനങ്ങളാണ്, ആ യേശുവിന്റെ വചനങ്ങളാണ് നമ്മൾ मेरे കേട്ടുകൊണ്ടിരിക്കുന്നത്. प्रियो, वही चमत्कार करने वाला यीशु का वचन आज हम सुन रहे हैं। ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ യേശുവിന്റെ കാൽക്കൽ വീഴുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, താഴ്മയോടെ യേശുവിനോട് അപേക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ യേശു സ്പർശിക്കുന്ന നിമിഷങ്ങളായിരിക്കും. यदि हम आज नम्रता के साथ यीशु के पैरों पर गिरकर प्रभु मुझे छू लीजिए, मुझे चंगा करिए करके यदि पुकारेंगे तो आज ही आप परमेश्वर के अद्भुत चमत्कार को आपका जीवन में देखिए। യായിറോസിന്റെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, याईर का जीवन से दो मुख्य बातें हम समझ सकता है। मेरे യേശുവിന്റെ प्रियो, അടുക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ പൊസിഷൻസ് എല്ലാം നമ്മൾ മാറ്റി വെക്കണം. मेरे प्रियो, जब यीशु के पास हम आते हैं, हमारा सारे खूबियां आप दूर निकाल दीजिए। യേശുവിന്റെ കാൽക്കൽ വീഴുവാൻ തയ്യാറാകുന്ന ആ ഒരു മനസ്സ് അത് നമുക്കുണ്ടാകണം. हमारा मन को बना ले, मुझे कुछ भी हो जाए यीशु के पैरों पर गिरना है। ഞാൻ പള്ളിപ്രമാണിയാണ്, ഇങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല എന്ന് ആ മനുഷ്യൻ ചിന്തിച്ചില്ല. ओ उन्होंने नहीं सोचा मेरा पद तो आराधनालय का सरदार हूं, मैं कैसा दूसरे के पैरों पर गिरूं। പ്രിയമുള്ളവരെ, യേശു എന്താണോ പറയുന്നത് അതനുസരിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യേശു, हमारे लिए यीशु चमत्कार करने के लिए तैयार है। कब? जब हम वो जो कहता है वो करने के लिए तैयार യേശുവിന്റെ होते हैं। വാക്കുകൾ അനുസരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യേശു, यीशु की बातों को मानने वालों के लिए चमत्कार करने वाला यीशु, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യേശു. यीशु पर विश्वास करने वालों के लिए अद्भुत चमत्कार करने वाला യേശു यीशु। പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും. ओ हे याईर, आप डरो मत, केवल विश्वास कर, तब आपका बेटी बच जाएगा। നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ മുഖത്ത് ഇന്ന് യേശു നിങ്ങളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. जब आप भी आज बड़ा समस्या का जो सामना कर रहे हैं, आपसे भी यीशु को कहना यही है, डरिए मत, यीशु पर केवल विश्वास कीजिए। യേശു ആ ഭവനത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു സ്ത്രീ യേശുവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. जब याईर का घर के ओर यीशु निकल पड़ा है, एक और महिला यीशु के पास आया। ആ വുമൻ സഫറിംഗ്, കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെ നമ്മൾ അവിടെ കാണുന്നു. दुख
उठाते हुए एक महिला यीशु के पास നീണ്ട आई। 12 വർഷങ്ങൾ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയെ നമ്മൾ ഇവിടെ 12 കാണുന്നു. साल से पीड़ा में गुजरने वाला एक महिला, തനിക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു. वो उनकी सारे धन संपत्ति नष्ट हो गया है। ഞങ്ങൾ ഇന്ന് ഈ ദൈവത്തിന്റെ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നത് മുഴുവൻ നഷ്ടപ്പെട്ട ചിലർ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. मेरे प्रियो, आप जो मुझे सुनने वाले, मैं जानता हूं आप में से कुछ लोग हैं, आपका सब कुछ समाप्त हो गया है करके നഷ്ടപ്പെട്ട എനിക്കുണ്ടായിരുന്ന ആരോഗ്യം നഷ്ടപ്പെട്ടു, मेरा जो स्वस्थ नष्ट हो गया, ഉണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ടു, मेरा धन संपत्ति नष्ट हो गया, ഉണ്ടായിരുന്ന മാനം നഷ്ടപ്പെട്ടു, मेरा जो आदर और सम्मान समाप्त हो गया, ഉണ്ടായിരുന്ന കുടുംബം നഷ്ടപ്പെട്ടു, मेरा परिवार नष्ट हो गया, ഉണ്ടായിരുന്ന സമാധാനം നഷ്ടപ്പെട്ടു, मेरा शांति को मैंने खो दिया, സന്തോഷം നഷ്ടപ്പെട്ടു, मेरा खुशी और आनंद दूर हो गया मुझसे। തന്റെ പക്കൽ ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെയാണ് നമ്മൾ ഇവിടെ ये കാണുന്നത്. जो महिला जो उनके साथ उनके पास से सब कुछ खो दिया है। നീണ്ട 12 വർഷങ്ങൾ. मेरे प्रियो, लंबा 12 साल से पीड़ित है। ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വിനോദ് ബ്രദറിന്റെ പിതാവിന്റെ സാക്ഷ്യം താൻ പറഞ്ഞിട്ടുണ്ട്. हम जो अनुवाद कर रहा है, इसने अपना पिता के बारे में हमारा बीच में गवाही बोला है। തന്റെ പിതാവ് മദ്യപിച്ച് തന്റെ ആന്തരിക അവയവങ്ങളൊക്കെ കേടുപിടിച്ച് ഡോക്ടർ തന്നോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് 3 മാസമേ ഉള്ളൂ. 3 महीने में आप मर जाएगा करके इनका पिता को डॉक्टर लोगों ने बता दिया है, क्योंकि वो 12 साल से पियक्कड़ था। തന്റെ കൂടെ മദ്യപിച്ച ഇവർ ഒരുമിച്ച് 4 പേര് മദ്യപിച്ചു, 3 പേരും മരിച്ചു. जो इनके साथी लोग 4 लोग इनके साथ वो जो दारू पीते थे, वे चारों को 4 मर गए। ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ കരളൊക്കെ ദ്രവിച്ചിരിക്കുകയാണ്, ഇനി നിങ്ങൾക്ക് 3 മാസം മാത്രമേ ആയുസ്സുള്ളൂ. आपका जो गलीजा है वो खत्म हो गया है, 3 महीने के अंदर आप समाप्त हो जाए। പണമെല്ലാം നഷ്ടപ്പെട്ടു. 1.5 കിലോ ഗോൾഡ്, 1.5 കിലോ സ്വർണവുമായിട്ടാണ് വിനോദ് ബ്രദറിന്റെ മദർ, അമ്മയുടെ വിവാഹം നടക്കുന്നത്. പണമെല്ലാം നഷ്ടപ്പെട്ടു. അവസാനം അസുഖം പിടിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയാതെ ഇദ്ദേഹത്തിന്റെ 2 സഹോദരങ്ങൾ മരിച്ചു. मेरे प्रियो, 1.5 किलो सोना देते हुए शादी किया हुआ महिला जो मेरा मम्मी है, उस हमारा जो 2 भाइयों को जो बीमार पड़े थे, उनको इलाज करने के लिए पैसा नहीं होने के कारण दोनों लड़का मरना पड़ा। പണം നഷ്ടപ്പെട്ടു, മാനം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു. തന്റെ മാതാവ് വിചാരിച്ചു, ഇനി മരണമല്ലാതെ വേറൊന്നുമില്ല. എന്നെ നഷ്ടപ്പെടുത്തിയ, എന്റെതെല്ലാം നഷ്ടപ്പെടുത്തിയ ഈ മനുഷ്യനെ ഞാൻ കൊല്ലും, ഞാനും മരിക്കും, ഈ മക്കളെയും കൊല്ലും. मेरा शांति समाप्त हुआ, मेरा पैसा समाप्त हुआ, मेरा जो समाज में इज्जत समाप्त हुआ, मेरा इस स्थिति में पहुंचाया हुआ मेरा पति जीवित रहने का लायक नहीं है, मैं उसे मार डालूंगा करके इनका मम्मी ने निर्णय लिया। ഇവിടെ ഇതാ എഴുതിയിരിക്കുന്നു, എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ നമ്മൾ ഇവിടെ കാണുന്നു. यहाँ हम देख सकता है एक महिला सब कुछ जब अपना नष्ट हो, She spent all she had. തനിക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു. और जो अपनी सारी जीविका वैदों के पीछे वो व्याय कर चुके हैं। പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തിന്റെ വിനോദ സഹോദരന്റെ പിതാവിനോട് ഡോക്ടർമാർ പറഞ്ഞു 3 മാസമേ ജീവിച്ചിരിക്കത്തുള്ളൂ. അതിനുശേഷം എത്ര വർഷം ജീവിച്ചിരുന്നു ബ്രദറെ? 20 वर्षों। डॉक्टर ने बोला 3 महीना, लेकिन परमेश्वर ने बोला 3 महीना नहीं, 20 साल तुम जिएगा. और परमेश्वर ने उस दिन, जिस दिन उन्होंने यीशु मसीह को स्वीकारा, 20 साल वो जीवित रहकर यीशु मसीह का सेवा किया है. ഹല്ലേലൂയ. ഏത് ദിവസം എൻ്റെ പിതാവ് യേശുവിനെ ഏറ്റെടുത്തോ, ആ ദിവസം തന്നെ പിതാവിനെ ദൈവം സൗഖ്യമാക്കി തൻ്റെ ജീവിതത്തെ 20 വർഷം നീട്ടിക്കൊടുക്കുവാൻ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. തന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട ആത്മഹത്യക്ക് വേണ്ടി തീരുമാനിച്ച തന്റെ മാതാവ്, ആ മാതാവ് ഇന്നും ജീവനോടിരിക്കുന്നു. തന്റെ മക്കളെ ദൈവം അനുഗ്രഹിച്ചതും തന്റെ ഭർത്താവിനെ ദൈവം വിടുവിച്ചതും ഒക്കെ കാണുവാൻ ഈ ദൈവം എനിക്ക് ഭാഗ്യം കൊടുത്തു. जो इनकी मम्मी जो जहर पीकर मरकर पति को भी मार डालने का जो सोच रहे थे, वो आज भी जीवित है. उनके बच्चों के जीवन में परमेश्वर का जो अद्भुत कामों को देखकर वो आनंदित थे मसीह में. എല്ലാം നഷ്ടപ്പെട്ട് ആരൊക്കെയോ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. सब कुछ खोए हुए नष्ट हुए कुछ लोग आज मुझे सुन रहे हैं. സമ്പത്ത് നഷ്ടപ്പെട്ടവർ, जो धन संपत्ति नष्ट हुआ है. ഇന്ന് നമ്മളോട് സാക്ഷ്യം പറഞ്ഞ ഞങ്ങളുടെ സ്നേഹിതൻ ഗംഗാധരൻ സഹോദരൻ, താന്
നല്ല ജോലി ചെയ്തുകൊണ്ടിരുന്നയാളാണ്. जो गंगाधरन ब्रदर आज आपका बीच में वचन और गवाही बताए थे, अच्छा नौकरी करने वाला था. തന്റെ ഭാര്യ നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. उनका पत्नी भी अच्छा नौकरी में थे. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു സുപ്രഭാതത്തിൽ അവരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. തങ്ങൾക്കുണ്ടായിരുന്ന ജോലി അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടു. मेरे प्रियो, ऐसा एक घटना उनके जीवन में हुआ, दोनों का नौकरी चला गया. ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ പണിയുന്ന വൃഥാ അധ്വാനിക്കുന്നു. वो परमेश्वर का वचन कहता है, यदि परमेश्वर घर नहीं बनाएगा तो बनाने वाला व्यर्थ परिश्रम करते हैं. യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. वो यदि परमेश्वर नगर को रक्षा नहीं करेगा तो चौकीदार वो व्यर्थ जागते रहते. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാൻ വകയില്ല. मेरे प्रियो, हम हमारा बुद्धि में हमारा अनुभव के ऊपर हम भरोसा ना रखें, उस पर निर्भर ना रहे. ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കുന്നു. ओ परमेश्वर का वचन कहता है, परमेश्वर स्वर्ग से मनुष्य की ओर देखता है, कोई बुद्धि से चलने वाला और परमेश्वर से पूछने वाला है क्या ആരാണ് करके. ബുദ്ധിമാൻ? कौन है बुद्धिमान मेरे प्रियो? ലോകത്തിലെ ഏറ്റവും വലിയ ഐക്യു എനിക്കുണ്ടെങ്കിൽ ഞാനാണോ ബുദ്ധിമാൻ? क्या सबसे बड़ा दिमाग मुझे दिमाग है? क्या मैं ही बुद्धिमान? ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ നല്ലൊരു ശമ്പളം സാലറി കിട്ടുന്നതാണ് കിട്ടിയെങ്കിൽ അതാണോ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ ബുദ്ധിമാൻ? क्या मेरा पढ़ाई समाप्त होते हुए कॉलेज के कैंपस इंटरव्यू में ही मुझे बड़ा नौकरी मिल गया, क्या वही है बुद्धिमान? ഞാൻ എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് വേഗം പ്രമോഷൻ ലഭിച്ച് മുമ്പോട്ട് പോകുന്നു, ഞാനാണോ ബുദ്ധിമാൻ? सबको पीछे करते हुए हर किसी के आगे आगे मेरा नौकरी में मैं बढ़ते जा रहा हूं, क्या मैं हूं बुद्धिमान? പ്രിയമുള്ള സ്നേഹിത, ദൈവത്തിന്റെ വചനം പറയുന്നത് കേൾക്കുക. യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കുന്നു. യഹോവയെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ. मेरे प्रियो, कौन है बुद्धिमान? वो ही है बुद्धिमान जो परमेश्वर को ढूंढता है और परमेश्वर के लिए कांपता है. ദൈവത്തിന്റെ കാൽക്കൽ വീഴുന്നവനാണ് ബുദ്ധിമാൻ. परमेश्वर की पैरों में जो गिरता है ना, वही है सचमुच സകല बुद्धिमान. മഹത്വവും ദൈവത്തിന് കൊടുക്കുന്നവനാണ് ബുദ്ധിമാൻ. सारे आदर और सम्मान और महिमा जो परमेश्वर को देता है, वही है सचमुच बुद्धिमान. തന്നെ സൃഷ്ടിച്ചവനായ തന്റെ സൃഷ്ടിതാവായ ദൈവത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നവനാണ് ബുദ്ധിമാൻ. जो हमें सृजा है, वो सृजनहार को जो हृदय में स्वीकार करता है, वही है मेरे प्रिय बुद्धिमान. തന്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് രക്ഷിതാവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവനാണ് ബുദ്ധിമാൻ. अपने पापों को उस परमेश्वर के सामने मानते हुए उसको ग्रहण करने वाला है बुद्धिमान. ദൈവത്തിന്റെ വചനം പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. परमेश्वर का वचन कहता है, भयभीत ना हो, केवल विश्वास कर. ഇവിടെ ഇതാ സകലവും നഷ്ടപ്പെട്ട ഒരു സ്ത്രീ. इधर एक महिला है, सब कुछ नष्ट हो गया. ആരാലും സൗഖ്യമാക്കുവാൻ കഴിയാത്ത ഒരു സ്ത്രീ. 12 साल से कोशिश किया परंतु चंगाई नहीं हुई. എവിടെയൊക്കെ താൻ കടന്നുപോയി, ആർക്കും സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. जगह जगह में घूमा चंगाई के लिए, कोई उसको चंगाई नहीं कर सका. തന്റെ പക്കലുള്ളത് മുഴുവൻ താൻ സ്പെൻഡ് ചെയ്തു, താൻ അത് മുഴുവൻ ചെലവഴിച്ചു. अपना हाथों में जो कुछ संपत्ति था, सब कुछ उन्होंने खर्च कर തന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു. उनका स्वस्थ और उनकी पैसा सब कुछ खत्म हो गया. അവിടെ എഴുതിയിരിക്കുന്നു, താൻ പിറകിൽ നിന്നും ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിൽ തൊടുകയാണ്. 44वां पद में लिखा है, पीछे से आकर उसके वस्त्र की अंचल को छू. എന്തുകൊണ്ടാണ് ഈ സ്ത്രീക്ക് നേരെ ചെന്ന് യേശുവിനെ തൊടുവാൻ കഴിയാതെ ഇരുന്നത്? क्यों ये महिला सामने से आकर यीशु को नहीं छुआ? Because she was very weak. വളരെ തന്റെ ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ് ഇവര്. मेरे प्रियो, वो बड़ा कमजोर एक महिला थे, क्योंकि 12 साल से उस बीमारी से. വലിയ പുരുഷാരം യേശുവിന് ചുറ്റും നിൽക്കുകയാണ്. बड़ा भीड़ यीशु के चारों ओर घेरे हुए हैं. അവരെയൊക്കെ മാറ്റി യേശുവിന്റെ മുൻപിലേക്ക് ചെല്ലുവാൻ ഈ സ്ത്രീക്ക് ആരോഗ്യമില്ല. She became very weak. इस भीड़ के बीच में जाकर यीशु के पास जाने के लिए उनको शक्ति नहीं थे, वे बड़ा कमजोर थी. ശരീരത്തിലും മനസ്സിലും ബലഹീനത അനുഭവിക്കുന്ന ചിലർ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. वो शरीर में और मन में कमजोरीपन महसूस करने वाला कुछ लोग आज हमें सुन रहे हैं. ആരുടെയും മുന്നിൽ തന്നെ പ്രസന്റ് ചെയ്യുവാൻ കഴിയില്ലല്ലോ എന്ന് വേദനപ്പെടുന്ന
ചിലർ കാണുന്നുണ്ട്, ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. और किसी के सामने मैं अपने आप को प्रकट नहीं कर पा रहा हूं करके निराशा से भरे हुए कुछ लोग हमें सुन रहे हैं. എന്തുകൊണ്ടാണ് ഈ സ്ത്രീക്ക് യേശുവിന്റെ മുൻപിൽ പോകുവാൻ കഴിയാതെ ഇരുന്നത്? क्यों यीशु के सामने इस महिला को ना जा सके मेरे प्रियो? Nobody considered her. ആരും തന്നെ വകവയ്ക്കുവാൻ അവിടെ ഇല്ല. ओ उधर कोई भी इसके बारे में सोचने के लिए नहीं थे जो उसे आगे तक पहुंचाए. യേശുവിന്റെ അടുക്കലേക്ക് ഒന്ന് ചെല്ലുവാൻ വേണ്ടി ഇവൾക്ക് വേണ്ടി ഒരു അല്പം വഴിമാറി കൊടുക്കാൻ ആരുമില്ല. ओ इनके लिए रास्ता खोलकर देने के लिए उतना बड़ा भीड़ में कोई नहीं थे. അവരോട് കോമ്പീറ്റ് ചെയ്യുവാൻ, അവരോട് മത്സരിക്കുവാൻ ഇവൾക്ക് ശക്തിയില്ല. और उससे लड़ते हुए आगे बढ़ने का सामर्थ्य भी इस महिला का नहीं है. ശക്തിയൊക്കെ നഷ്ടപ്പെട്ട നിങ്ങൾക്കുള്ള സന്ദേശമാണ് ഇന്നത്തേത്. ओ मेरा सामर्थ्य खत्म हो गया है करके जो सोच रहे हैं, आज का प्रचार आपके लिए. യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ഇവൾക്ക് അനേക പ്രതിസന്ധികൾ. There are so many barriers that she is not able to reach Jesus. कई सारे रुकावटें उसके सामने थी, वो यीशु के पास ना पहुंच सके. അതുകൊണ്ട് ഇവൾ എന്താണ് ചെയ്തത്? പുറകിൽ കൂടെ വന്ന് യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടു. तो ये क्या किया है? पीछे से आकर यीशु का वस्त्र का अंचल को छुआ. ഇവള് വിചാരിച്ചു കാണും, എനിക്ക് യേശുവിന്റെ അടുക്കൽ ചെല്ലണം, യേശുവിന്റെ കാലിൽ പിടിക്കണം, എനിക്ക് യേശുവിന്റെ മുൻപിൽ വീഴണം, എനിക്ക് യേശുവിനോട് പറയണം, യേശുവേ 12 വർഷമായി ഞാൻ കഷ്ടത്തിലാണ്, എന്നെ രക്ഷിക്കാമോ എന്ന് എനിക്ക് ചോദിക്കണമെന്ന് ഇവളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. But she is so weak that she is not able to do that. शायद उसने अपने मन में ठान लिया होगा, मैं यीशु के सामने जाना है, उसके पैरों में गिरूंगा और मैं कहूंगा, परमेश्वर मैं 12 साल से पीड़ित तो मुझे छू कर चंगा कीजिए. पर ये कुछ नहीं कर सका क्योंकि इतना निर्बल है वो वहां नहीं पहुंच पा रही. ജീവിതത്തിൽ ബലം നഷ്ടപ്പെട്ട ബലഹീനതയിലൂടെ കടന്നു പോകുന്ന ചിലർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. मेरे प्रियो, जो मुझे सुनने वाले आप में से कुछ लोग हैं, आपका स्वास्थ्य सब खत्म हो गया, निर्बल अवस्था में है. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, ഇന്ന് സാക്ഷ്യം പറഞ്ഞ ബ്രദറിനെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചാൽ, ഇന്ന് പ്രസംഗിച്ച കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച ബ്രദറിനോട് കാര്യം ഒന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. आज शायद आप सोचते होंगे, अभी जो गवाही बोला है वो भैया मेरे लिए प्रार्थना करेगा, तो वो जो प्रचारक मेरे लिए प्रार्थना करेगा तो कितना अच्छा होता. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് അത് കഴിയുന്നില്ലായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മുട്ടിന്മേൽ നിന്ന് യേശുവിനോട് ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ, ഈ നിമിഷത്തിൽ നിങ്ങളുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ തൊടുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. हो सकता नहीं हो सकता होगा, प्रचारक से बात नहीं कर पाएगा, गवाही बोले हुए से बात नहीं कर पाएगा, चिंता मत करिए. यीशु आज आपका सुनने के लिए तैयार है. उसके पैरों में गिरिए और आपकी बातों को यीशु के सामने बताइए. आज ही आपका जीवन में अद्भुत काम करने के लिए यीशु तैयार ഇവിടെ है. ഇതാ എഴുതിയിരിക്കുന്നു, instantly her bleeding stopped. യേശുവിനെ തൊട്ട ആ നിമിഷത്തിൽ അവളുടെ രക്തസ്രവം നിന്നുപോയി. वहां लिखा है, तुरंत उसका लहू बहाना थम गया. തുരന്തം, ഉസി സമയം, the moment she touched Jesus, instantly something happened. तुरंत उसी वक्त उसका लहू बहाना थम गया. This is your moment. मेरे प्रियो, ये जो आपका वक्त है, ഈ നിമിഷം നിങ്ങളുടെ നിമിഷമാണ്. ये आपका वक्त है मेरे प्रियो. സാധാരണക്കാരായ ഞങ്ങളിലൂടെ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ദൈവം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. हम जैसा साधारण लोगों के द्वारा इस पूरा ब्रह्मांड का सृजनहार आपसे बातें कर रहा है. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഇൻസ്റ്റന്റ്ലി ഈ നിമിഷത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. इसी वक्त जब आप वचन सुन रहे हैं, यीशु आपका जीवन में एक अद्भुत काम करना चाहता യേശു है. ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? यीशु ने पूछा उस महिला से, कौन मुझे छुआ? പത്രോസും കൂടെയുള്ളവരും യേശുവിനെ ഉപദേശിച്ചു. യേശു എന്തോ ഈ ചോദിക്കുന്നേ, നിന്റെ ആ പുറത്തേക്ക് ആൾക്കാർ വീഴാൻ തുടങ്ങുന്നത് പോലെ വലിയ തിരക്ക്, അപ്പോൾ ആരാ തൊട്ടതെന്ന് ചോദിക്കുകയാണോ? पत्रोस और उनके बाकी लोग वहां से बोल रहे, इतना बड़ा भीड़ है, सब लोग आपके ऊपर गिर रहे हैं, अभी क्या पूछ रहे हैं जी, कौन आपको छुआ है? ഇന്നത്തെ രീതി പറയുകയാണെങ്കിൽ ഈ യേശുവിന്റെ ചുറ്റും നിൽക്കുന്നവരൊക്കെ യേശുവിന്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇവർക്ക് വേറൊന്നുമല്ല വിഷയം, യേശുവിനെ തൊട്ടെന്ന് എല്ലാവരോടും പറയണം, ഒരു ഫോട്ടോ എടുക്കണം, എല്ലാവർക്കും യേശുവിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കണം, ഞാൻ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. आज का स्थिति के अनुसार बताएंगे तो ये जो भीड़ यीशु के चारों ओर है, उनका केवल 2 ही बातें हैं, यीशु को मैंने छुआ है करके लोगों से बताना है और यीशु के साथ मिलकर सेल्फी लेना. അങ്ങനെ യേശുവിനെ തൊട്ടപ്പോൾ, ആളുകൾ തൊട്ടപ്പോൾ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടില്ല.
जब वे लोग सेल्फी लेने के लिए और छूने के लिए जब छुआ, यीशु से कोई सामर्थ्य नहीं निकला मेरे प्रिय। എന്നാൽ യേശു പറയുകയാണ് ഈ വലിയ ആൾക്കൂട്ടമുണ്ടല്ലോ, ശരിയാണ്, അവരൊക്കെ എന്നെ തൊടുന്നുണ്ട്, പക്ഷെ ഒരു വ്യക്തി എന്നെ തൊട്ടു, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു. यीशु ने कहा सच है, भीड़ है, कई लोग मुझे दबा रहा है, मुझ पर गिर रहा है, मुझे छू रहा है, वो बात नहीं है। एक व्यक्ति मुझे छुआ है, तब मुझ में से सामर्थ्य निकला। ആ വലിയ ആൾക്കൂട്ടമുള്ളപ്പോൾ എന്താണ് സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ലേഡി? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി? എന്താണ് ഈ സ്ത്രീയുടെ പ്രത്യേകത? എന്താണ് मेरे प्रियो, इस भीड़ के बीच में ये जो छुआ है यीशु का अंजल को, इस महिला का क्या है खूबी? അവൾ ആവശ്യത്തോടുകൂടെ, ആവശ്യഭാരത്തോടുകൂടെ, ഹൃദയവേദനയോടുകൂടെ യേശുവിനെ തൊട്ടു. वो अपना जरूरत समझकर बड़ा हृदय के बोझ उतारने के लिए यीशु को छुआ। അവൾ വിശ്വാസത്തോടുകൂടെ യേശുവിനെ തൊട്ടു. वो विश्वास के साथ यीशु का वस्त्र को छुआ। അവൾ ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടി യേശുവിനെ തൊട്ടതല്ല. वो किसी को दिखाने के लिए नहीं यीशु को छुआ। ഞാൻ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് ആരോടെങ്കിലും പറയാൻ വേണ്ടി അവൾ യേശുവിനെ തൊട്ടതല്ല. वो मैं भी यीशु के साथ था करके दूसरों को दिखाने के लिए नहीं, वो यीशु को അവൾ നീണ്ട 12 വർഷങ്ങളുടെ അവളുടെ ഭാരം ഇറക്കി വെക്കാൻ ആഗ്രഹിക്കുകയാണ്. वो लंबा 12 साल से जो उठा रहा है बोझ, वो उतारना चाहती है। വാതിലുകളെല്ലാം അടഞ്ഞുപോയി. सारे दरवाजा बंद हो गया, തന്റെ പക്കൽ ഉണ്ടായിരുന്നതെല്ലാം ചിലവഴിച്ചു. अपना सब कुछ समाप्त हो गया, എല്ലാവരും കൈമലർത്തി. सब छोड़ दिया। ഒരൊറ്റ വഴി മാത്രം ബാക്കിയുണ്ട്. एक ही रास्ता है सामने, ഒരൊറ്റ വ്യക്തി മാത്രം ബാക്കിയുണ്ട്. एक ही व्यक्ति बाकी है। തനിക്ക് മുൻപിൽ കൂടെ ചെന്ന് യേശുവിനോട് സംസാരിക്കാൻ അവസരം കിട്ടിയില്ല. वो यीशु के सामने जाकर बातें करने का मौका नहीं मिला। അവൾ വിശ്വസിച്ചു, ഞാൻ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം ലഭിക്കും. वो ये बात विश्वास किया, मैं पीछे से भी जाऊं, यीशु का वस्त्र के अंजल को भी छूऊं, मैं चंगे हो जाऊं। ആ നിമിഷത്തിൽ തന്നെ, ഇൻസ്റ്റന്റ്ലി, ആ നിമിഷത്തിൽ തന്നെ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവരുടെ ജീവിതത്തിന് വ്യത്യാസം വന്നു. तुरंत उसी वक्त यीशु से सामर्थ्य निकला, उस महिला का जीवन में परिवर्तन हो गया। ഇന്ന് യേശുവിനെ ഒന്ന് തൊട്, നിങ്ങളുടെ ജീവിതത്തിന് വ്യത്യാസം വരും. मेरे प्रियो, आज उसी यीशु को आप भी विश्वास से छू लीजिए, आपका जीवन में भी परिवर्तन, നിങ്ങളുടെ ശരീരത്തിന് വ്യത്യാസം വരും. आपका शरीर में परिवर्तन। എന്താണ് ഏറ്റവും വലിയ കാര്യം? क्या है सबसे बड़ी बात है मेरे प्रियो? 55-ാമത്തെ വാക്യത്തിൽ യായിറോസിന്റെ മകളെ പറ്റി എഴുതിയിരിക്കുന്നു, അവളുടെ ആത്മാവ് മടങ്ങി വന്നു. मेरे प्रियो, 55 पद में लिखा है, याईर का बेटी का प्राण, माने उसकी आत्मा वापस उसमें लौट आई। പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ഈ ശരീരത്തിന്റെ സൗഖ്യം നമുക്ക് ആവശ്യമാണ്. എന്നാൽ അതിനേക്കാളൊക്കെ വലിയ കാര്യം ആത്മാവിന്റെ സൗഖ്യമാണ്. मेरे प्रियो, हमारा शरीर का स्वस्थ का चंगाई जरूरत है, पर इन सब बातों से बढ़कर हमारा आत्मा की चंगाई चाहिए।